മിക്കവാറും നിന്റെ അച്ഛൻ തന്നെ നിന്റെ ജീവിതം ഇല്ലാതാക്കും. നിന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങേരും അങ്ങേരുടെ അമ്മയും കൂടി വേണ്ടാത്ത പണിയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ അതേ അച്ഛൻ തന്നെ നിന്നെയും ഉണ്ണിയും തമ്മിൽ വേർപിരിക്കുമെന്നാ ഞാൻ പറഞ്ഞത്. അച്ഛൻ ഇപ്പോഴും അതേ പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കല്ലേ? അങ്ങേര് കണ്ണനോട് പോയി ഞാൻ സത്യം പറയണമെന്നാ പറയുന്നത്. കണ്ണനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനും പറയുന്നുണ്ട്. ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ അമ്മയും ഒക്കെ അച്ഛനെ കാണാൻ പലതവണ ഹോസ്പിറ്റലിലേക്ക് വരാനിരുന്നതാ. അപ്പോഴൊക്കെ ഞാൻ ഓരോന്ന് പറഞ്ഞ് തടയുമായിരുന്നു. ഇന്നിപ്പോ ഡിസ്ചാർജ് ആയിന്ന് പറഞ്ഞപ്പോ രണ്ടാൾക്കും ഇവിടെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പൊ നോർമൽ അല്ലാന്നൊക്കെ പറഞ്ഞ് ഞാനത് ഒഴിവാക്കായിരുന്നു. മോളെ, അവരെ ഒരു കാരണവശാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരരുത്. കൊണ്ടുവന്നു കഴിഞ്ഞാ ചിലപ്പോ നിനക്ക് നിന്റെ കെട്ടുതാലി പോലും നഷ്ടപ്പെട്ടെന്ന് വരാം. എനിക്ക് മാത്രമല്ലല്ലോ, അമ്മയുടെ മൂത്ത മോൾക്കും അത് ദോഷം ചെയ്യും. അവളാ ആ അപകടത്തിന്റെ ദൃക്സാക്ഷി. എന്നിട്ട് ഇതുവരെ അവളുടെ ഭർത്താവിനോട് പോലും അവൾ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. സത്യങ്ങൾ കമലേശ്വരത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ദോഷം ചെയ്യും. അതുകൊണ്ട് തൽക്കാലം നിന്റെ അച്ഛന്റെ വായ മൂടിക്കെട്ടുന്നതാ നല്ലത്. ഇനിയിപ്പോ അങ്ങേര് പുറത്തോട്ടിറങ്ങിയ പോലും ഞങ്ങൾക്കൊരു പേടിയാ. പുറത്തോട്ടിറങ്ങി വഴിയിൽ കൂടി പോകുന്നവരൊക്കെ തടഞ്ഞു നിർത്തി വിശ്വനാഥനെ കൊന്നത് ഞാനാണ്, വിശ്വനാഥനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞ് ആരാണ് ഈ വിശ്വനാഥനെന്ന് എല്ലാവരും അന്വേഷിക്കില്ലേ? അങ്ങനെ അന്വേഷിച്ച അങ്ങേര് തന്നെ പറയും ലക്ഷ്മിയുടെ ഭർത്താവായ കണ്ണന്റെ അച്ഛനാണ് വിശ്വനാഥനെന്ന്. ഇത് വല്ലാത്തൊരു തലവേദനയല്ലോ അമ്മേ. വൃശ്ചികത്തിലെ തൃക്കാർത്തിക ദിവസ കണ്ണന്റെ പിറന്നാള്. ആ ദിവസം ശബരിമലയിൽ പോകാൻ മാലയിട്ട സമയത്താ അച്ഛനും മോനും കൂടെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ബൈക്കിൽ പോയത്. അങ്ങനെ പോയ അവരുടെ ബൈക്കിലേക്കാ നിന്റെ അച്ഛൻ ലോറി കൊണ്ട് ഇടിച്ചത്. എന്നിട്ട് ലോറി അവിടെ നിർത്തി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കരുണ പോലും നിന്റെ അച്ഛൻ കാണിച്ചില്ല. ആ സമയത്ത് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ കണ്ണന്റെ അച്ഛൻ ചിലപ്പോ രക്ഷപ്പെട്ടേനെ. ഓ, ഇനി അതേപ്പറ്റി ഒന്നും പറയണ്ട. എത്ര വർഷം മുമ്പ് നടന്ന സംഭവമാ. അത് ഇനിയും കുത്തിപ്പൊക്കുന്ന എന്തിനാ? ഇവിടെ ആരും കുത്തിപ്പൊക്കുന്നില്ലല്ലോ. നിന്റെ അച്ഛൻ തന്നെയല്ലേ ഇപ്പൊ അതേപ്പറ്റി വിളിച്ചു കൂയിക്കൊണ്ട് നടക്കുന്നത്. മോളെ, ഇതൊക്കെ നിനക്കൊരു പാഠമാ. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ രൂപത്തിലായാലും ആത്മാക്കളുടെ രൂപത്തിലായാലും ആരെങ്കിലുമൊക്കെ നമ്മളെ ശല്യം ചെയ്യാൻ വരും. ഓ, ഇങ്ങോട്ട് വന്നാ പിന്നെ ഒരേ ഉപദേശമാണല്ലോ. അതുകൊണ്ടാ എനിക്ക് ഇങ്ങോട്ട് വരാനേ തോന്നാത്തത്. എന്തൊക്കെയോ കണക്കുകൂട്ടലുകളാ. കുറേ നേരമായി ഈ കണക്കുകൂട്ടൽ തുടങ്ങിയിട്ട്. സർവീസിൽ നിന്ന് പിരിഞ്ഞ ശേഷം ഇവന്റെ അച്ഛൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അങ്ങേര് ആർക്ക് പലിശയ്ക്ക് പൈസ കൊടുത്താലും തിരിച്ചു കിട്ടത്തില്ലായിരുന്നു. പിന്നെ സമാധാനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും. അതിന് എന്റെ മുത്തച്ഛന്റെ പ്രേതം അല്ലല്ലോ അച്ഛന്റെ ദേഹത്ത് കയറിയിരിക്കുന്നത്. എന്റെ മോളെ, മുത്തശ്ശന്റെ അല്ലെങ്കിലും പൈസ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരുത്തന്റെ പ്രേതമാണല്ലോ ഇവന്റെ ദേഹത്ത് കയറിയിരിക്കുന്നേ. ആ കണ്ണന്റെ അച്ഛന്റെ. അയാൾ ഈ സ്വർണ്ണമൊക്കെ പണയത്തിനെടുത്തിട്ട് പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആളായിരുന്നല്ലോ.